ലെമൺ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ LSS മാത്സിൻ്റെ 24ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ ഒരൊറ്റ ചോദ്യം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ആ ചോദ്യത്തിൽ ഒരു കുറുക്ക് വഴി പറഞ്ഞു തരും, ഒരു എളുപ്പ വഴി. അത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്, പക്ഷെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പല കണക്കുകളും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും. ആ രീതിയിലാണ് ഇന്നത്തെ ക്ലാസ്. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, അതായത് ഈ ഒരൊറ്റ ചോദ്യമുള്ളൂ. ചോദ്യം ഇതാണ്: ഇത് ഒരു കലണ്ടറിൽ നിന്നും വെട്ടിയെടുത്ത കളങ്ങളാണ്. ഈ കളങ്ങളിലെ എല്ലാം സംഖ്യകളുടെ തുക എത്രയാണ്? കുട്ടികൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കലണ്ടറിൻ്റെ സമയത്തിൻ്റെ പാഠത്തിൽ പഠിച്ചൊരു ഭാഗമാണിത്, അല്ലേ? അപ്പോൾ ഇതൊരു കലണ്ടറിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇതിലെ സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ഒരു സംഖ്യ അവിടെ നൽകിയിട്ടുണ്ട് 7. മറ്റ് സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിന് ശേഷം ആ സംഖ്യകളുടെ തുക, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യത്തിൽ അതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കലണ്ടറിൻ്റെ കഷ്ണത്തെ നോർമലി ഒരു കലണ്ടറിലേക്ക് ഒട്ടിച്ച് വെച്ച് നോക്കാം, ഇല്ലേ? അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും, കാര്യം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. നമ്മളത് ചെയ്തിരിക്കുന്നു, കണ്ടല്ലോ. അതിൽ ഇവിടെ നൽകിയിരിക്കുന്ന കലണ്ടറിൽ ചൊവ്വാഴ്ച, ട്യൂസ്ഡേ ആണ് 7 എന്ന തീയതി നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് കഴിഞ്ഞുള്ള 2 കോളങ്ങളിലെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 7 കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം എന്താണ്? 8ഉം അത് കഴിഞ്ഞുള്ള ദിവസം 9ഉമാണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടേ? താഴെയുള്ള കോളങ്ങളിലെ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ 7ന് തൊട്ട് താഴെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 7 ഒരു ചൊവ്വാഴ്ചയാണെങ്കിൽ അതിന് തൊട്ട് താഴത്തെ കോളം എന്തായിരിക്കും? അടുത്ത ചൊവ്വാഴ്ചയായിരിക്കും. അപ്പോൾ ഒരു ചൊവ്വാഴ്ച നിന്ന് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് വരണമെങ്കിൽ എത്ര ദിവസം കഴിയണം? നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടികൾക്ക് അറിയാമെങ്കിലും മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഈ പാഠം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേഗം കിട്ടും. എണ്ണി നോക്കിയാൽ എത്രയാണ്? 7 ദിവസം കഴിഞ്ഞാണ് ഇനി അടുത്ത ചൊവ്വാഴ്ച വരുന്നത്. 7-ാം തീയതി ഒരു ചൊവ്വയാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞാണ് അടുത്ത ചൊവ്വാഴ്ച വരിക. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 7ൻ്റെ കൂടെ, 7-ാം തീയതിയിലുള്ള 7ൻ്റെ കൂടെ ഒരു 7ഉം കൂടി കൂട്ടണം. 7 എണ്ണം കഴിഞ്ഞുള്ള സംഖ്യ ആണല്ലോ. അപ്പോൾ 7ൻ്റെ കൂടെ 7 കൂട്ടിയാൽ എത്രയായിരിക്കും? തൊട്ട് താഴത്തെ കോളത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? 14 കിട്ടണം. മനസ്സിലായില്ലേ? അപ്പോൾ ചൊവ്വാഴ്ച 7-ാം തീയതി ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ളത് അടുത്ത ചൊവ്വാഴ്ചയാണ്. അപ്പോൾ 7 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 7 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 14 അവിടെ കിട്ടേണ്ടത്. മനസ്സിലായില്ലേ? അത് വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്കിവിടെ 14 കിട്ടി. 14 കിട്ടിയെങ്കിൽ 14 കഴിഞ്ഞ് എന്തായിരിക്കും? 15ഉം അതിന് മുമ്പത്തെ ദിവസം 13ഉം ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എന്താ വേണ്ടേ? 13 കിട്ടി. ഇനി 13ൻ്റെ തൊട്ട് താഴെ എന്തായിരിക്കും? 13 ഒരു തിങ്കളാഴ്ചയാണ്. ഇനി 13ൻ്റെ തൊട്ട് താഴത്തെ കോളം അടുത്ത തിങ്കളാഴ്ചയാണ്. അപ്പോൾ തൊട്ട് താഴെ കിട്ടണമെങ്കിൽ 13നോട് 7 കൂട്ടണം. 7 ദിവസം കഴിഞ്ഞാണ് അടുത്ത തിങ്കളാഴ്ച വരിക. അങ്ങനെ 13 7 20 അവിടെ കിട്ടിയെങ്കിൽ അടുത്ത ദിവസം എന്തായിരിക്കും? 20 കഴിഞ്ഞുള്ള ദിവസം 21ഉം 20ന് മുമ്പുള്ള ദിവസം 19ഉം ആയിരിക്കും. കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ 7-ാം തീയതി ഒരു ചൊവ്വാഴ്ചയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത തൊട്ട് താഴത്തെ കോളത്തിൽ എന്തായിരിക്കും? അതിൻ്റെ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും. മനസ്സിലായില്ലേ? 7-ാം തീയതി ഒരു ചൊവ്വയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴത്തെ കോളമായിരിക്കും. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച ആണെങ്കിൽ 7 ദിവസം കഴിയണം. അപ്പോൾ നമ്മൾ തൊട്ട് താഴത്തെ കോളത്തിലെ സംഖ്യ കിട്ടാൻ 7 കൂട്ടിയാൽ മതി. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ തൊട്ട് മുകളിലേതാണ് കിട്ടേണ്ടതെങ്കിലോ? അപ്പോൾ നമുക്ക് 14 തന്നിട്ട് തൊട്ട് മുകളിലെ കാണാൻ എന്താ ചെയ്യേണ്ടത്? 7 ദിവസം പുറകോട്ടായിരിക്കും. സിമ്പിളല്ലേ? അതേപോലെ വലതുവശത്ത് എന്താണ്? ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. ഇടതുവശത്താണെങ്കിൽ ഒരു ദിവസം മുമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇതിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് ചെയ്യാൻ പറഞ്ഞത്? ഈ അക്കങ്ങളൊക്കെ കൂട്ടുക. ഈ സംഖ്യകളിലെ തുക എത്രയാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കൂട്ടിയാൽ മതി. സൈഡിൽ എഴുതിയോ മനസ്സിലോ കൂട്ടാം. ഉത്തരം എത്രയാണ്? 126 മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നോർമലി നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി. ഇനി ഇതിൻ്റെ തുക കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണുക, എങ്കിൽ മനസ്സിലാവും. ഞാനിപ്പോൾ നമുക്ക് കൂട്ടേണ്ട സംഖ്യകളെല്ലാം നീളത്തിൽ ക്രമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ചെറുതിൽ നിന്നും വലുതിലേക്ക്. കണ്ടല്ലോ എല്ലാവരും? 7 8 9 13 14 15 19 20 21.
ആ കലണ്ടറിൽ നമ്മൾ എഴുതിയ ആ സംഖ്യകളെ ഒന്ന് നീളത്തിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ടല്ലേ. ഇതിനൊരു ക്രമമുണ്ട്. 7, 8, 9 കഴിഞ്ഞ് 7 എണ്ണം കൂടിയിട്ടാണ് 13, 14, 15 എഴുതിയത്. വീണ്ടും 7 എണ്ണം കൂടി 19, 20, 21 എഴുതി. കണ്ടില്ലേ? ഒരേ ഇടവിട്ട സമയങ്ങളിൽ 7 എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു പാറ്റേൺ തന്നെയാണിത്. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നടുവിലെ സംഖ്യ 14 അതിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 14നെ 9 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 126 കിട്ടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അവസരങ്ങളിലും ഇങ്ങനെയാണോ? 14നെ നടുവിലുള്ള സംഖ്യനെ 9 കൊണ്ട് അല്ലെങ്കിൽ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയോ? അതറിയണമെങ്കിൽ ഇത് കിട്ടിയ രീതി മനസ്സിലാക്കണം. അതാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇനി ഇവിടെയുള്ള സംഖ്യകളെ ഒന്ന് നോക്കിയേ. 7ഉം 21ഉം. 7 14 ആകണമെങ്കിൽ 7ലേക്ക് ഒരു 7ഉം കൂടെ ചേരണം, വേണ്ടേ? അപ്പം നമ്മൾ ഇവിടുന്ന് 21ൽ നിന്ന് ഒരു 7നെ എടുത്ത് ആ 7ലേക്ക് ചേർത്ത് ആ 7നെ 14 ആക്കി മാറ്റി. അപ്പോൾ ഇവിടെയുള്ള 21 എന്തായി? 21ൽ നിന്ന് 7 കുറഞ്ഞപ്പോൾ 21ഉം 14 മാറി. മനസ്സിലായോ? 21ൽ നിന്ന് ഒരു 7 എടുത്തിട്ട് 7ലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ എന്തായി? ആ ആദ്യത്തെ 7ഉം 14 അവസാനം ഉണ്ടായിരുന്ന 21ൽ നിന്ന് 7 പോയപ്പോൾ ആ 21ൽ നിന്ന് 7 കുറച്ചാൽ 14 ആ 21ഉം 14 നമ്മൾ പുറമേ നിന്ന് സംഖ്യ കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ ഉള്ള സംഖ്യകളെ തിരിക്കുകയാണ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ 2 14 കിട്ടി. ഇനി എന്താണ്? 20ഉം 8ഉം എടുത്ത് നോക്കുക. 8നെ 14 ആക്കണമെങ്കിൽ എത്ര കൂട്ടണം? 6 കൂട്ടണം. ഈ 20ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു 6 എടുത്ത് 8ലേക്ക് കൊടുത്തപ്പോൾ 8 എന്തായി മാറി? 14 മാറി. 20ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 14. അപ്പോൾ 20ഉം 14. മനസ്സിലായല്ലോ? നമ്മൾ പുറമേ നിന്ന് സംഖ്യ കൊണ്ടുവന്നില്ല, ഇവിടെ ഉള്ള സംഖ്യകളെ മാറ്റുകയാണ് ചെയ്തത്. അടുത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? 9ഉം 19ഉം. മനസ്സിലായല്ലോ? അടുത്ത സംഖ്യകൾ 9ഉം 19ഉമാണ്. 9നെ 14 ആക്കണമെങ്കിൽ എന്ത് വേണം? 9ൻ്റെ കൂടെ 5 ചേരണം. മനസ്സിലായില്ലേ? 9 14 ആകണമെങ്കിൽ 9ൻ്റെ കൂടെ 5 ചേരണം. അപ്പോൾ നമ്മളിവിടെയുള്ള 19ൽ നിന്ന് ഒരു 5 എടുത്ത് 9ലേക്ക് കൊടുത്തു. അപ്പോൾ എന്തായി? 9 14. 19ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 14. അപ്പോൾ 19 എന്തായി? 14 മാറി. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ സംഖ്യകൾ പുറമേ നിന്ന് കൊണ്ടുവന്നില്ല, ഇവിടെ ഉള്ള സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? 19ൽ നിന്ന് ഒരു 5 എടുത്ത് 9ലേക്ക് കൊടുത്തു. 9 14. അവിടെയുള്ള 19ൽ നിന്ന് 5 പോയപ്പോൾ 19ഉം 14. ഇനി അടുത്ത ഏതാണ്? 13ഉം 15. 13 14 ആകണമെങ്കിൽ എത്ര കൂടണം? 1 കൂടിയാൽ മതി. 15ൽ നിന്ന് 1 എടുത്ത് 13ലേക്ക് കൊടുത്താൽ എന്തായി? 13ലേക്ക് 1 കൂടി 13 14 മാറി. 15ൽ നിന്ന് 1 കുറച്ചപ്പോൾ ആ 1 പോയല്ലോ 13ലേക്ക്. അപ്പോൾ 15 എന്തായി? 14 മാറി. മനസ്സിലായല്ലോ? 13ഉം 14. 15ൽ നിന്ന് 1 13ലേക്ക് കൊടുത്തപ്പോൾ 15ഉം 14. ഇനി ഒരൊറ്റ സംഖ്യയും കൂടി ഉള്ളത്, അത് 14 തന്നെയാണ്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? 14 തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ 14നെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ താഴേക്ക് ഇറക്കി എഴുതുന്നു. അപ്പോൾ അവിടെ എത്ര 14 വന്നു? ഇപ്പോൾ 9 14 വന്നു. നമ്മൾ നേരത്തെ 14നെ 9 കൊണ്ടായിരുന്നല്ലോ ഗുണിച്ചേ. എന്തിനാണ്? നമ്മുടെ കണ്ണ് വെട്ടിച്ച് ആ സംഖ്യകൾക്കുള്ളിൽ ഒരു 9 14 ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഇങ്ങ് തിരിച്ചെടുത്തു. മനസ്സിലായില്ലേ? അവിടെ 14 നടുക്ക് ഒരെണ്ണമേ നമുക്ക് കാണാനുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എല്ലാ സംഖ്യകളിലും ഈ 14 ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പം നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യകളിലേക്ക് കൊടുത്തിട്ട് അവിടെയുള്ള എല്ലാത്തിനെയും 14 ആക്കി മാറ്റി. അപ്പോൾ എത്ര 14 കിട്ടും? 9 14 കിട്ടും. അങ്ങനെയാണ് ഈ 9 ഗുണിക്കണം 14 എന്ന കണക്കിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ 14 ആക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? നടുവിലെ സംഖ്യനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആലോചിക്കും, എങ്ങനെ വരുമ്പോഴാണ് ഈ നടുവിലെ സംഖ്യനെ എണ്ണം കൊണ്ട് ഗുണിക്കേണ്ടത്? എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അത് ചെയ്യേണ്ട ചില അവസരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈ കണക്ക് ചെയ്തപ്പോൾ കുറച്ച് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഒന്ന്, എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ.
എണ്ണൽ സംഖ്യ ക്രമത്തിൽ പോകുന്ന ഏത് സംഖ്യകളുടെയും തുക കാണാൻ വേണ്ടി എന്ത് ചെയ്യാം? നടുവിലെ സംഖ്യേനെ എണ്ണം കൊണ്ട് ഗുണിക്കാം. അല്ലെങ്കിൽ ഒരേ അകലത്തിൽ വരുന്ന പാറ്റേണുകളുടെ തുക കാണാൻ. ഒരേ അകലത്തിൽ വരുന്ന പാറ്റേൺ, അതായത് സംഖ്യകളുടെ അകലം ഒരേ അകലമായിരിക്കണം. ഉദാഹരണം നിങ്ങൾ നോക്കിയേ, 1, 2, 3, 4, 5 എണ്ണൽ സംഖ്യകളാണല്ലോ. അതിൻ്റെ തുക കണ്ടത് എങ്ങനെയാണെന്ന് നോക്ക്. നടുവിലെ സംഖ്യ 3 ആണ്. ആ 3നെ 5 കൊണ്ട് ഗുണിച്ച് 15 കിട്ടി. ഇവിടെ നോക്കിയേ, 5, 10, 15, 20, 25, 30, 35 ഒരേ അകലത്തിൽ വരുന്ന സംഖ്യകളാണ്. 5, 5, 5 കൂടിപ്പോകുന്ന സംഖ്യകളാണ്. അതിലെ നടുവിലെ സംഖ്യ ഏതാണ്? 20 ആണ്. ആ 20നെ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. 7 കൊണ്ട് ഗുണിച്ചാൽ 140 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കും. ചില പാറ്റേണുകൾ തന്നിട്ട് അതിൻ്റെ തുക കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സംഖ്യകളും കൂടെ കൂട്ടേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ കണക്ക് അത്രയും വിശദീകരിച്ച് നിങ്ങൾക്ക് നൽകിയത്. ഇനി ഇതുപോലത്തെ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് 5, 10, 15, 20 ആ പാറ്റേണിലെ കണക്കാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എല്ലാത്തിനെയും 20ലേക്ക് മാറ്റി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്ത് മതി? ഇത്തരം പാറ്റേണുകളിലുള്ള കണക്കാണെങ്കിൽ നടുവിലെ ആ 20നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? എത്ര സംഖ്യകളുണ്ടോ ആ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. മനസ്സിലായില്ലേ? ഒരു പാറ്റേണിൻ്റെ നടുവിലെ സംഖ്യ കണ്ടുപിടിക്കുക, അതിനെ എണ്ണം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സംഖ്യകളുടെ തുക നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളിനി വീട്ടിൽ നിന്ന് ചെയ്യേണ്ടത് എന്താണ്? ഇതുപോലത്തെ പാറ്റേണൊക്കെ എഴുതി ഇതുപോലെ തുക എന്ന് കണ്ടുപിടിച്ച് നോക്കുക. ആ രീതിയിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായി വരും വരേക്കും ബൈ.